അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു മിനി വ്ളോഗിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ ആയിട്ടൊന്നുമല്ല കേട്ടോ, പകരം ഒരു സന്തോഷത്തിന് ചെറിയൊരു പലഹാരം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ഉച്ചക്കത്തെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ. അതന്നെ, നമ്മളൊരു 1K ഫാമിലി ആയില്ലേ, അപ്പോൾ അതിനൊരു ചെറിയൊരു പലഹാരം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പോൾ അതിന് സഹായിച്ച എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ, അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മളെ ഫാമിലിയിലുള്ള എല്ലാവരോടാണ് കേട്ടോ പറഞ്ഞത്, ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കായ്പോള കേട്ടോ, പഴം കൊണ്ടുള്ള. ഇതെല്ലാവർക്കും അറിഞ്ഞ റെസിപ്പി തന്നെയെന്ന് എനിക്കറിയാം, എങ്കിലും നമ്മളെ കയ്യിലുള്ള സാധനം വെച്ചിട്ടാണ് കേട്ടോ ഈ ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് 2-3 പഴമൊക്കെ എടുത്തുങ്ങാണ്ട് കട്ടാക്കിങ്ങാണ്ടേ ചീനച്ചട്ടി എടുപ്പത്തിച്ച് അതിലേക്ക് നെയ്യ് വെച്ചിങ്ങാണ്ട് ഒരു ഇത്തിരി പഞ്ചസാര കിട്ടുങ്ങാണ്ട് നല്ലോണം അങ്ങോട്ട് പഴം വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, അതവിടെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചാണ് എല്ലാ സാധനങ്ങളും എടുക്കുന്നത്. അപ്പോൾ ഞാൻ 2-3 കോഴിമുട്ട എടുത്തിങ്ങനെ അതിലോട്ട് 2-3 ഏലക്കായ ഇട്ടെടുത്ത് പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് ഇട്ടെടുത്തുങ്ങാണ്ട് നല്ലോണം നടിച്ചിങ്ങാണ്ട് അതും കൂടി ആ പഴത്തിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ പാലോ പാൽപ്പൊടി അത് രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് അതും കൂടി ഒന്ന് കലക്കിങ്ങാണ്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തുങ്ങാണ്ട് ഒരു പാൻ എടുത്തുങ്ങാണ്ട് അതിൽ നമുക്ക് ഓയിലൊന്ന് പുരട്ടി കൊടുത്തുങ്ങാണ്ട് നമുക്കത് ആ മിക്സ് ആ പാനിലോട്ട് ഒഴിച്ചുങ്ങാണ്ട് നമുക്ക് അടുപ്പിൽ കയറ്റി വെക്കട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ എന്തെങ്കിലും അടി കട്ടിയുള്ള പാത്രം താഴെ വെക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്, ഡയറക്റ്റ് അങ്ങനെ വെക്കരുത്. ഞാൻ മറന്നു പോയി ഫസ്റ്റ്, പിന്നെ പകുതിക്കൊന്നൊന്ന് വെന്തോന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കേട്ടോ ആ ഒരു പാത്രം വെച്ചില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ സംഭവം എന്തായാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഈ പാത്രം അത്യാവശ്യം നല്ല കട്ടിയുള്ളതുകൊണ്ട് വല്ലാതെ ഒന്നും പറ്റിയില്ല. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്നത് നട്ട്സ് പറഞ്ഞത് അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ അത് ഞാൻ മുകളിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അത് നല്ലോണം ഒന്ന് 20 മിനിറ്റ് കൊണ്ട് വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീണ്ടും പറയുന്നത് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനിയും നിങ്ങളെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.